കുരിശപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. കുരിശപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ പണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു അപ്പം മുറിക്കൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസം. അന്ന് അതുപോലെ തന്നെ ഇതൊരു പുളിപ്പില്ലാത്ത അപ്പമാണ്. നമ്മൾ ഉഴുന്നും അരിയും ഒക്കെ അരച്ച് പുളിപ്പില്ലാണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കേണ്ടതാണ് കുരിശപ്പം എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാവരും കൂടിയാണ് കുരിശപ്പം മുറിച്ച് എല്ലാവർക്കും പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു പവിത്രമായ ഒരു ദിവസമാണ് പെസഹ വ്യാഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു തിരുനാളാണ് പെസഹ വ്യാഴം. കാരണം പെസഹ വ്യാഴം കുർബാന സ്ഥാപിച്ച ദിവസമാണ്. കർത്താവ് നാളെ ദുഃഖവെള്ളി കുരിശുമ്മ തൂങ്ങി മരിക്കാൻ പോകണമെന്നുള്ളത് കർത്താവ് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആ വിഷമങ്ങളും സങ്കടങ്ങളും തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതൊക്കെ ഓർത്ത് കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പെസഹ വ്യാഴം. ശിഷ്യന്മാരെല്ലാവരും വിളിച്ചുകൂട്ടി ഈശോ സെഹിയോൻ ഊട്ടുശാലയിൽ എല്ലാവർക്കും വിളമ്പി ഭക്ഷണം, തൻ്റെ ശരീരവും രക്തവുമാണ് വിളമ്പാൻ പോകുന്നത് കർത്താവിന് അറിയാമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയാണ് നമ്മൾ പെസഹ വ്യാഴം കൊണ്ടാടുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ പെസഹ അപ്പം, അതായത് കുരിശപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാൻ, അതായത് കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് കലത്തപ്പം എന്ന് പറയും, പെസഹ അപ്പം എന്ന് പറയും, കുരിശപ്പം എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിത് ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തി വെച്ചതാണിത്. ഉഴുന്ന്, ഒരു കപ്പ് ഉഴുന്ന്. പിന്നെ അതിന് വേണ്ടി നമ്മളിത് വെളുത്തുള്ളി, ചുവന്നുള്ളിയും വേണം, വെളുത്തുള്ളിയും വേണം. പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ കൂടെ ഇട്ട് അരയ്ക്കാനാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും. പിന്നെ നമുക്കതിന് വേണ്ടത് ജീരകം വേണം, ഒരു ചെറിയ സ്പൂൺ ജീരകം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ അരിപ്പൊടി വേണം. ഇത് ഒരു 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തോണ്ട്. ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് നമ്മളിത് അരിപ്പൊടി, ഒരു ചെറിയ ബൗൾ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ചുക്ക്, ഒരു 1 സ്പൂൺ ജീരകം, ഒരു 4 ഏലക്കായ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നമുക്ക് അരയ്ക്കാം. പകുതി അരച്ച് പകുതി പിന്നെ അരയ്ക്കാം, മൊത്തം അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉഴുന്നത് ഫുള്ളും അരച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ തേങ്ങ, ജീരകം, തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മാവ് ഇതിപ്പോൾ ഇവിടെ നന്നായി അതിൻ്റെ ഇതേപോലെ ഇഡ്ഡലി മാവ് പോലെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അധികം കട്ടിയും പാടില്ല, എന്നാൽ വല്ലാണ്ട് കട്ടി കുറയാനും പാടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രം വെച്ചിട്ട് അവിടെ ഇത് അപ്പം ഉണ്ടാക്കാനുള്ളത്, അത് നന്നായി വെള്ളമൊക്കെ തിളച്ച് തുടങ്ങി. അപ്പോൾ നമുക്കിത് കോരി ഒഴിക്കാം. ആവിയിൽ വേവിക്കുന്നതാണ് ഉത്തമം. ചിലരൊക്കെ ഇപ്പോൾ തവയിലൊക്കെ കോരി ഒഴിക്കുന്നുണ്ട്. ശരിക്കും ആവിയിലാണ് വേവിക്കേണ്ടത് കുരിശപ്പം. പിന്നെ നമുക്കിത് കുരിശപ്പം ഉണ്ടാക്കാനുള്ള നമ്മുടെ പള്ളിയിൽ നിന്ന് ഓശാന ഞായറാഴ്ച കിട്ടിയ കുരുത്തോലയാണിത്. അപ്പോൾ ഇതും കൂടി വെച്ചിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇത് വെച്ച വഴിക്ക് ഈ ഓല വെക്കാൻ പറ്റില്ല, അത് താന്നു പോവും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഓല വെക്കാനായിട്ട്. ഈ പാത്രത്തിൽ നന്നായി എണ്ണ തടവിയിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. നമുക്കിത് എണ്ണ തടവിണ്ട്. നമ്മുടെ മാവ് നമുക്കിതിലേക്ക് കോരി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായി കോരി ഒഴിച്ച് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ കുരിശ് വെച്ചാൽ ശരിയാവില്ല, ഒന്ന് ഉറച്ചതിന് ശേഷം വേണം കുരിശ് വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുരിശ്, നമുക്ക് കുരുത്തോല കൊണ്ട് ഉണ്ടാക്കിയ കുരിശ് നമുക്കിതിൽ വെച്ച് കൊടുക്കാം.
കുരിശപ്പം കഴിക്കാനുള്ള പാനി തയ്യാറാക്കാനായിട്ട് നമ്മളിത് ഒരു മുറി തേങ്ങ ചിരകി അത് മിക്സിയിൽ അടിച്ച് നമുക്ക് അതിൻ്റെ പാലെടുക്കാം. ശർക്കര നമ്മളിത് ഉരുക്കി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാല് പിഴിഞ്ഞൊഴിക്കാം. തയ്യാറാക്കാനുള്ള അരിപ്പൊടിയിലാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കണം. നമ്മുടെ ചുക്കും ജീരകവും പൊടിച്ചു അത് നമുക്കൊന്ന് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് അതിൻ്റെ തരിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ അരിപ്പയിൽ അരിച്ചിട്ട് അതിലേക്ക് ഇടാം. 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാലിലാണ് നമ്മളിത് കലക്കി വെക്കണം. നമുക്കിത് അടുപ്പം വയ്ക്കാം. ഇത് നന്നായി തിളച്ച് കുറുകണ വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ പാനി അവിടെ തയ്യാറായിട്ടുണ്ട്. ഒരുവിധം വറ്റി നമുക്ക് ഈ തേങ്ങയുടെ 1-ാം പാൽ അതിലേക്ക് ഒഴിച്ച് ചേർക്കാം. പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുരിശപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. അപ്പം നമ്മുടെ കുരിശപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഇത് എടുക്കാം, മാറ്റാം. അപ്പം നമ്മുടെ കുരിശപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഈ കുരിശപ്പം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു കുരിശപ്പമാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുക്കാൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വാലായ്മ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലാണ്ട് ഒരു കുരിശപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ ഒരു വീട്ടിൽ. അപ്പം നമുക്ക് ഈ കുരിശപ്പം മുറിക്കാനായിട്ട് ഞങ്ങളുടെ അമ്മേനെ ക്ഷണിക്കും. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ മക്കളെയും വിളിച്ച് നമുക്ക് ഈ കുരിശപ്പം പങ്കുവെച്ച് എല്ലാവർക്കും കൊടുക്കാം. ഞാൻ പിള്ളേരെല്ലാവരും വായോ, എല്ലാവരും വാ, അടുത്തു വാ. അപ്പോൾ നമ്മൾ പെസഹ അപ്പത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചത്. ആ ഓർമ്മയാണ് നമ്മൾ ആചരിച്ചുകൊണ്ട് എപ്പോഴും വീണ്ടും നമ്മൾ വീടുകളിലൊക്കെ നടന്ന് ഒത്തിരിയായിട്ടുള്ള ഓരോ ഓർമ്മയാണ്. അതിപ്പോൾ നമ്മൾ തുടർന്നുകൊണ്ട് പോകാണ്.